ഹലോ, എൻ്റെ വീഡിയോയിൽ ഈ ഒരു സാധനം കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതെന്താണ് സംഭവം, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതാണ് കാട്ടുകാച്ചിൽ. അതായത് അതിൻ്റെ ലീവ്സാണ് ഈ കാണിക്കുന്നത്. വളരെ നേർത്ത വള്ളി. നമ്മുടെ സാധാ കാച്ചിൽ എന്ന് പറയുന്നത് നല്ല കനത്ത വള്ളിയാണല്ലോ. ഇത് വളരെ നേർത്ത വള്ളി. അതായത് അതിൽ തന്നെ കനത്ത വള്ളി കാണുന്നത് സാധാ കാച്ചിലിൻ്റെതാണ്. നല്ല നേർത്ത വള്ളിയിൽ ഇതുപോലെ കട്ടി കുറഞ്ഞ് വെറ്റ മാതിരിയുള്ള ഇലകളാണ് ഈ കാട്ടുകാച്ചിലിൻ്റേതെന്ന് പറയുന്നത്. ഈ കാട്ടുകാച്ചിൽ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം, ആ പച്ച വള്ളി എന്ന് പറയുന്നത് നോർമൽ കാച്ചിലും ഈ കുഞ്ഞു വള്ളി, ഒരു ചെറിയ ചുമന്ന നിറമുള്ള ആ കുഞ്ഞു വള്ളിയാണ് കാട്ടുകാച്ചിലെന്ന് പറയുന്നത്. ഒരിക്കലും ഈ കാച്ചിലും കാട്ടുകാച്ചിലൂടെ തമ്മിൽ മാറിപ്പോകരുത്. കാരണം നിങ്ങളെന്നോട് ചോദിച്ച പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ഈ സംഭവം എന്താണെന്ന് ഞാനും ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതാരും അങ്ങനെ കൺസ്യൂം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഈ കാച്ചിലും കാട്ടുകാച്ചിലും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മളുടെ നോർമൽ കാച്ചിൽ. നോർമൽ കാച്ചിൽ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് കാട്ടുകാച്ചിൽ. അതായത് നമ്മളുടെ ഒരു ചേന, ഒരു ചക്കക്കുരുവിൻ്റെ അത്ര ഇരുന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നതാണ് കാച്ചിലെന്ന് പറയുന്നത്. ഈ സാധനം നിങ്ങൾ എയർ പൊട്ടറ്റോ എന്നായിരിക്കും ഇൻ്റർനെറ്റിൽ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ ഇതിന് നമ്മളുടെ സാധാ കാച്ചിൽ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന കൊച്ചുണ്ടൻ കാച്ചിലുണ്ട്, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുത്തിപ്പൊരിഞ്ഞ തൊലിയോടുകൂടി ഇരിക്കുന്നതാണ് കാട്ടുകാച്ചിൽ. ഇത് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ാണ് ഇതിൻ്റെ ഉൾവശമെന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, ഭയങ്കര കൊഴാന്നുള്ള ഒരു തരം ദ്രാവകം ഇതിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇത്രയും പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നതിനോട് ഒരുപാട് ഭാഷയിലുള്ളവർ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ, നോർമൽ കാച്ചിലാണ് താഴെ കാണുന്നത്. ഇത് നോർമൽ. എൻ്റെ കയ്യിൽ ഞാൻ കാണിക്കുന്നതാണ് കാട്ടുകാച്ചിൽ. ഇനി തെറ്റിപ്പോകാതിരിക്കാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. പലരും ശതാവരിയാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഇതാണ് കാച്ചിൽ. ഇനി ശതാവരി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ കാച്ചിലേല കൂടാതെ നിൽക്കുന്ന മറ്റൊരു തരം ഇലയുണ്ടല്ലോ, ഒരു കീറി പറഞ്ഞ ഒരു തരം ഇല, അതിൻ്റെ ഈ ഇല, ഇതാണ് ശതാവരി. അപ്പോൾ ഒരിക്കലും ശതാവരിയും കാട്ടുകാച്ചിലും തമ്മിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. ഈ ഒരു സംഭവം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഹെയർ ഓയിൽ പ്രിപ്പറേഷന് വേണ്ടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ്. അതിൽ തന്നെ അതായത് നമ്മൾ എടുക്കുന്നതിൻ്റെ എല്ലാം വളരെ ചെറിയ എമൗണ്ടിലാണ് ഈ ഒരു സാധനം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക മാത്രവുമല്ല, അപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സാധനം, നമ്മളുടെ ഈ ഹെഡിലൊക്കെ തലയിലുണ്ടാകുന്ന ചരങ്ങൊക്കെ ഇല്ലേ, നമ്മൾ ചൊറി ചരങ്ങ്, അതൊക്കെ മാറ്റാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഈ നമ്മളുടെ വട്ടത്തിൽ ഇങ്ങനെ കണ്ടിട്ട് മുടി പൊഴിഞ്ഞു പോകുന്ന തലയിലൊക്കെ ഉണ്ടാകുന്ന എസ്കീമിയോ അങ്ങനെ എന്തോ ഒരു രോഗമില്ലേ, അതിനൊക്കെ പറ്റിയ ഒരു ഒറ്റമൂലി എന്ന രീതിയിലാണ് ഈ കാട്ടുകാച്ചിൽ ഉപയോഗിച്ച് വരുന്നത്. അല്ലാതെ ഇത് കൺസ്യൂം ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പലയിടത്ത് കാണാം. കാരണം ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്കതിനെപ്പറ്റി ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി കാച്ചിലും കാട്ടുകാച്ചിലും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത്. കാട്ടുകാച്ചിലെന്ന് പറഞ്ഞാൽ വളരെ നേർത്തതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.